എൻ്റെ ദൈവം, എൻ്റെ പാർട്ടി, എൻ്റെ മതം, എൻ്റെ ജാതി എന്ന അവസ്ഥ നമ്മുടെ ഭാരതത്തിലെ സ്വാർത്ഥ ചിന്താഗതിയുടെ ഫ്യൂഡലിസം സംഭാവന ചെയ്തിരിക്കുന്ന ഒരു വലിയ വൃത്തികെട്ട ചിന്തയാണ്, എൻ്റേത് മാത്രം എന്ന്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് മനോഭാവത്തിൽ ജീവിക്കുന്നവരാണെന്നറിയുമോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവമാണ്. എന്നാൽ മതനിരപേക്ഷതയുടെ അടിസ്ഥാന ഭാവം ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നതാണ്. ഈ മനോഭാവമുള്ളവരുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന മതങ്ങളുടെ എല്ലാം അടിസ്ഥാന തത്വശാസ്ത്രം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാണ്. എൻ്റെ ദൈവം മാത്രം ശരി, നിന്റെ ദൈവം ശരിയല്ല എന്നതാണ് എല്ലാ മതങ്ങളും പറയുന്നത്. കഴിഞ്ഞ ദിവസം രസകരമായ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഗൾഫ് നാടുകളിൽ ഇതര മതസ്ഥരുടെ കൂടെ 5 വർഷം താമസിച്ചിട്ടും ആ മതസ്ഥരെ നമ്മുടെ ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ എന്ത് ദൈവവിശ്വാസിയാണ് എന്നൊരു മൊയ്ലിയാർ പ്രസംഗിക്കുകയാണ്. ഇതര മതസ്ഥര് അവൻ്റെ റൂമിൽ താമസിച്ചിട്ട് 5 വർഷം ഒരുമിച്ച് താമസിച്ചിട്ടും നമ്മുടെ മതമാണ് ശരി, നമ്മുടെ ദൈവമാണ് ശരിയെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ എന്തൊരു മതവിശ്വാസിയാണെന്ന് ആ ഉസ്താദ് ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, എത്രമാത്രം സങ്കുചിതമാണ് മതവിശ്വാസികളുടെ മനസ്സ് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഭൂരിപക്ഷം മതങ്ങളുടെയും മതവിശ്വാസികളുടെയും ചിന്ത ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാണ്. പക്ഷെ നമ്മുടെ ഭാരതത്തിലെ തത്വശാസ്ത്രം ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ്, അൽ ബറൂനി വരുന്നതിന് മുമ്പ്, പേർഷ്യൻ ഭാഷയിൽ സിന്ധു എന്ന വാക്കിന് പകരം ഹിന്ദു എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ദാർശനികമായ അടിത്തറ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദുമതം, ഇന്ന് നമ്മളെ രാജ്യത്ത് അറിയപ്പെടുന്ന ഹിന്ദുമതം ഭാരതീയ ദാർശനികതയുടെ വിരുദ്ധ മതമാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പഠിക്കാൻ പറ്റണം. ഭാരതീയ ദാർശനികതയുടെ വിരുദ്ധ മതമാണ് ഇന്ന് സോക്കോൾഡ് ഹിന്ദുമതം. എന്താ ഹിന്ദു എന്നതിൻ്റെ തർക്കങ്ങൾ നമുക്ക് വേറെ തന്നെ പറയാം. ഹിന്ദു സംസ്കാരമാണോ, ഹിന്ദു മതമാണോ? എന്തായാലും ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതം ഇപ്പോൾ ഉണ്ട്. ആ മതം ഭാരതീയ ദാർശനികതയുടെ വിരുദ്ധമാണ്. അതുപോലെ മുഹമ്മദ് നബി ഉണ്ടാക്കിയ സത്യബോധം എന്ന ബോധത്തിന് വിരുദ്ധമാണ് ഇസ്ലാം മതം. സത്യബോധം എന്ന ബോധത്തിന് വിരുദ്ധമാണ് ഇസ്ലാം മതം. എല്ലാവരെയും സ്നേഹിക്കാൻ യേശുക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്ന ആ സ്നേഹമതത്തിന് വിരുദ്ധമാണ് ക്രിസ്തുമതം. അപ്പോൾ മനസ്സിലാക്കുക, മതങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ദാർശനികതയുടെ വികാസത്തിന് വേണ്ടിയുള്ളതല്ല, ദാർശനികതയെ മൂടിവെക്കുന്നതാണ് എന്നതാണ്. മതങ്ങളുടെ അടിത്തറ യഥാർത്ഥത്തിൽ അതിൻ്റെ ദാർശനികതയായിരുന്നു. എന്നാൽ ദാർശനികത ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ വേദങ്ങളിലും വേദാന്തങ്ങളിലും പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ വസ്തുതയെ മൂടിവെക്കുകയും സത്യത്തെ തുടർന്ന് കൊണ്ടുപോകുവാനുള്ള പ്രേരണയെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് പണ്ടാരോ പറഞ്ഞു വെച്ച, അല്പജ്ഞാനികൾ പറഞ്ഞു വെച്ച സത്യത്തെ, ആ സത്യത്തിന് അപ്പുറത്തൊരു സത്യമില്ല, അത് ധർമ്മം ശാസിക്കപ്പെട്ടതാണ്, ധർമ്മശാസ്താവാണ്, ശാസിക്കപ്പെട്ടതാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട, അതിനപ്പുറത്തേക്ക് പോകണ്ട. അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലും സുനിത വില്യംസ് 9 മാസം ബഹിരാകാശത്ത് ഓക്സിജൻ ഇല്ലാത്തൊരു ലോകത്ത് ഓക്സിജൻ കൊണ്ടുപോയി ഓക്സിജനെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അതിനെ കൊണ്ട് അതിജീവിച്ച് അവിടെ നിന്ന് എക്സസൈസ് ചെയ്ത് ശാസ്ത്രത്തിൻ്റെ കഴിവുകളിലൂടെ 9 മാസത്തിന് ശേഷം കൃത്യം പോയിന്റ് നോക്കിയിട്ട് മെക്സിക്കൻ കടലിൽ വന്നിറങ്ങുകയും അവിടുന്ന് കൃത്യം രക്ഷപ്പെട്ട് ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ വിസ്ഫോടനാത്മകമായ അറിവിൻ്റെ സന്തോഷം നൽകുന്ന ഒരു കാലഘട്ടത്തിൽ പോലും, ആ കാലഘട്ടത്തിൽ പോലും ഇതൊന്നുമല്ല സത്യം, സുനിത വില്യംസ് ഗണപതി വിശ്വാസിയായിരുന്നോ എന്ന ചർച്ചയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച അതാണ്. ഒരാൾ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും അയാളുടെ സ്വന്തം അധികാരമാണ്. ഒരാൾക്ക് വിശ്വസിക്കുകയും ചെയ്യാം, വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. അതിനെ ചർച്ചയാക്കേണ്ടതില്ല, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്.
പക്ഷെ അയാൾ പിടിച്ചിരിക്കുന്ന സത്യം എന്താണെന്ന് തിരിച്ചറിയണം. ഈ സത്യമാണ്, സത്യാന്വേഷണമാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ മതങ്ങളും ആദ്യം പറഞ്ഞത്. പക്ഷെ നമ്മുടെ പുരോഹിതന്മാരുടെ കയ്യിലേക്ക് ഇത് വന്നപ്പോഴാണ് മതമുണ്ടായത്. പ്രവാചകന്മാരും ദാർശനികരും ഇവരും ആദ്യം പറഞ്ഞിരുന്നത് സത്യാന്വേഷണമാണ്. പിന്നെ പുരോഹിതന്മാർ, മുമ്പേ ദൈവത്തിൻ്റെ ഹിതം അറിയുന്നവർ, അവര് അജ്ഞാതമായ ലോകത്തെ വെച്ച് ഈ ഭൂമിയിലെ ജ്ഞാതമായ വികാസത്തെ തടസ്സപ്പെടുത്തുന്നവരാണ് പുരോഹിതന്മാർ. അജ്ഞാതമായ കാര്യത്തെ വെച്ച് ജ്ഞാതമായിരിക്കുന്ന ലോകത്തെ തടസ്സപ്പെടുത്തുന്നവര്. മരണാനന്തര ലോകം എന്താണെന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജാഥക്ക് പോകുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് ജാഥ പോകുമ്പോൾ അവിടെ പഴവങ്ങാടി ഗണപതിയുടെ വിളക്ക് കണ്ടാൽ, അല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഈ മുദ്രാവാക്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയാക്കും. അതെന്തിനാണെന്നറിയോ? അവരെ കുറ്റം പറയണ്ട. അതായത് മരിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ ജില്ലാ സെക്രട്ടറിൻ്റെ കത്തെടുക്കൂലല്ലോ. അവിടെ എന്തെങ്കിലും ആവശ്യം വന്നത് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മരിച്ചതിന് ശേഷമുള്ള ഈ അജ്ഞാതമായ സാഹചര്യം അത് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിനും വിശ്വാസത്തിനും ആളുകൾക്ക് പ്രസക്തി ഉണ്ടാവും. കാരണം അവർക്കറിയില്ല. പക്ഷെ ഈ അജ്ഞാതമായ ലോകത്തെ വെച്ച് ഭൂമിയിലുള്ള മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന എളുപ്പപ്പണിയാണ് മതം എന്ന് പറയുന്നത്. മതം ഈ ഹിന്ദു ധർമ്മമല്ല ഇപ്പോൾ കാണുന്ന മതം. ഇസ്ലാം മതം ഇപ്പോൾ കാണുന്ന ഇസ്ലാം മതം യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ പറഞ്ഞ ഇസ്ലാം സത്യമതമല്ല, സ്നേഹമതമല്ല. അതെല്ലാം പിന്നീട് പിടിച്ചു കെട്ടപ്പെട്ടതാണ്. തുടർച്ചയായ വികാസ പ്രക്രിയയാണ് മനുഷ്യന്റെ പ്രത്യേകത. വിഷ്ണു എന്ന പദത്തിൻ്റെ അർത്ഥം പോലും ഒരു ഹിന്ദുവിനും അറിയില്ല. എന്താണ് വിഷ്ണു? ഷ്ണു എന്ന ശബ്ദം താല്പര്യമുള്ളവൻ എന്നാണ്. ജിഷ്ണു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജയത്തോട് താല്പര്യമുള്ളവൻ ജിഷ്ണു. വിശേഷപ്പെട്ട ജയത്തോട് താല്പര്യമുള്ളവനാണ് വിഷ്ണു. സ്ഥിതികാരകനായ വിഷ്ണുവിന് നിരന്തരം പ്ലസ്സാക്കിയിട്ട് നമ്മുടെ ബുദ്ധിയെ വളർത്തി കൊണ്ടുപോകാൻ താല്പര്യമുണ്ടാക്കുന്നവനെയാണ് വിഷ്ണു എന്ന് പറയാം. നമ്മുടെ ബുദ്ധിയെ നിരന്തരം വളർത്തിക്കൊണ്ടുപോകാൻ താല്പര്യമുണ്ടാക്കുന്നവൻ വിഷ്ണുവാണ്. പക്ഷെ ആ വിഷ്ണുവിനെ ആരാധിക്കുന്ന മനുഷ്യര് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പരിണാമദശയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവരതിനെ എതിർക്കുന്നു. വെള്ളത്തിലുണ്ടായ ജീവൻ അല്ലേ, മത്സ്യാവതാരമാണ് ആദ്യം ഉണ്ടായത്. ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു പണ്ട്. ആ സിനിമയിൽ മാധുരി പാടിയ അതിമനോഹരമായൊരു പാട്ടുണ്ട്. പഴയ സിനിമാ പാട്ടുകളുടെ ഒരു പ്രത്യേകത നല്ല അർത്ഥമുള്ള നല്ല സാഹിത്യമുള്ള പാട്ടായിരിക്കും, പക്ഷെ രംഗം മഹാബദ്ധായിരിക്കും. രംഗം ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്ന ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഉത്സവത്തിൻ്റെ സകലമായ ആഡംബരങ്ങളുണ്ട് അതിലെ പാട്ടിൽ. ഞാൻ ആ യൂട്യൂബിൽ നിന്ന് ആ പാട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നസീറും ജയഭാരതിയും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കയ്യും പിടിച്ചിട്ട് ആറാട്ടിന് അതേ ഉള്ളു, വേറെ ഒന്നുമില്ല, ഒരു ആനയുമില്ല, ഒരാറാട്ടുമില്ല. എന്നാൽ ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞ സിനിമയിൽ മാധുരി പാടിയ പാട്ട് കണ്ണാന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിമനോഹരമായി അന്നത് ചിത്രീകരിച്ചു. അന്ന് ഇത്രയും സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഒരു കട്ടമരത്തിൽ തുഴഞ്ഞു പോകുന്ന ആ പെൺകുട്ടിയെ ചിത്രീകരിച്ചത് ഞാനിപ്പോഴും അത്ഭുതപ്പെടും. എത്ര സുന്ദരമാണെന്നറിയോ ആ രംഗം. ആ പാട്ടിൻ്റെ രംഗത്തിൽ നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി എന്നൊരു വരിയുണ്ട്. മത്സ്യാവതാരം വെളുത്ത കണ്ണനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ പരശുരാമനെ കുറിച്ച് പറയുന്നുണ്ട്. നീ പണ്ടൊരു മുനികുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി എന്ന് പറയുന്നുണ്ട്. മത്സ്യവും കൂർമ്മവും വരാഹവും ഒക്കെ പരിണാമദശയുടെ പ്രാകൃത സങ്കല്പങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ദേഷ്യം വരും. ആർക്ക്? വിഷ്ണു ഭക്തന്മാർക്ക് ദേഷ്യം വരും. ആ പ്രാകൃത സങ്കല്പങ്ങളിൽ പക്ഷേ വളരെ മനോഹരമായ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് രാമായണത്തെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാം. എങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ധാർമ്മികതയുടെ മനുഷ്യത്വത്തിലേക്കുള്ള മൃഗീയ അവസ്ഥയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ളൊരു മാറ്റം, കൊല്ലുക എന്നതായിരുന്നു മൃഗീയ അവസ്ഥ, കൊല്ലരുത് എന്നതായിരുന്നു രാമായണത്തിൻ്റെ അവസ്ഥ. അല്ലേ? മാനിഷാദ
കൊല്ലരുത് എന്ന് തുടങ്ങുന്നതാണ് ഇവിടുത്താണ് മനുഷ്യത്വം ഉണ്ടാവുന്നത്. അതാണ് രാമായണം. രാമായണം പഠിച്ചിട്ട് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കൊല്ലരുത് എന്നാ. എന്നാൽ രാമന്റെ പേരിൽ ഇന്ത്യയിൽ എത്രയാളെ കൊന്നു എന്നറിയോ? എത്രയാളെ കൊന്നു? കൊല്ലരുത് ധാർമ്മികതയാണ്. ഒരു പെണ്ണിന് എത്രയും ഭർത്താവ്, ഒരു ഭർത്താവിന് എത്രയും ഭാര്യയും ആകാം എന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ നമ്മൾ, അല്ലേ? ഇണചേർന്ന് രമിക്കലാണ് ജീവിതമെന്ന് ധരിച്ചിരുന്നെന്ന് മാറിയിട്ട് ദശരഥനിലെത്തുമ്പോഴേക്ക് 3 ഭാര്യയായിട്ട് ചുരുങ്ങി. രാമനിലെത്തുമ്പോഴേക്ക് ഒറ്റ ഭാര്യയായി ചുരുങ്ങി. അവളെ 10 തലയുള്ളവൻ കടൽ കടത്തി കൊണ്ടുപോയാലും മറ്റൊന്നും അന്വേഷിച്ചില്ല. അന്ന് രാമൻ സുന്ദര കളേബരനാണ്, രാജകുമാരനാണ്. ഒന്ന് മാട്രിമോണിയിൽ കൊടുത്തെങ്കിൽ 1000കണക്കിന് പ്രപ്പോസൽ കിട്ടുമായിരുന്നു. ഇന്ന് അതൊന്നും നോക്കാതെ ആ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ആ പെണ്ണിനെ തേടി പോകാനുള്ള ഇച്ഛാശക്തി, അതാണ് രാമന്റെ അയനം. അതാണ്. അപ്പൊ ധാർമ്മികതയിലേക്കുള്ള മാറ്റമാണ് ആ കാവ്യം നമ്മളോട് പറയുന്നത്. ആ ധാർമ്മികതയിൽ നിന്ന് പിന്നെ കുറച്ചുകൂടി വികസിച്ചിട്ട് പരശുരാമന്റെ കഥ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റം. ധാർമ്മികതയിൽ നിന്ന് കുറച്ചുകൂടി വികസിച്ചിട്ട് കലപ്പയേന്തി കൃഷി ചെയ്യുന്ന ആളാണ് ബലരാമൻ. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ പ്രകൃതിയെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് കൃഷ്ണൻ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. മാധവ് ഗാഡ്ഗില് പശ്ചിമഘട്ടമുള്ളത് കൊണ്ടാണ് കേരളത്തിൽ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞതുപോലെ ഗോവർദ്ധന പർവ്വതം ഉള്ളത് കൊണ്ടാണ് അമ്പാടിയിൽ മഴ പെയ്യുന്നത് എന്നല്ലേ കൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് ദേവേന്ദ്രനെ പൂജിച്ചിട്ട് കാര്യമില്ല. യാഗയജ്ഞങ്ങൾ, ഇപ്പൊ മഴ പെയ്യാൻ കേരളത്തിൽ പോലും അതിരാത്രം നടന്നു, നിങ്ങൾ അറിയണം. അത് കൃഷ്ണവിരുദ്ധമാണ്. അതിരാത്രം കൃഷ്ണവിരുദ്ധമാണ്. കാരണം കൃഷ്ണൻ പറഞ്ഞത് ദേവേന്ദ്രനൊന്നുമല്ല മഴ പെയ്യിക്കുന്നത്, ഗോവർദ്ധന പർവ്വതം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൂജിക്കേണ്ടത് ഗോവർദ്ധനത്തെയാണ് എന്ന് പറഞ്ഞല്ലോ. പുഴയെ മലിന്യമാക്കരുത്. കാളിന്തിയെ ചാലിയാറിനെ വിഷം കലർത്തുന്ന മാവൂർ ഗോൾഡ് റൈൻസിനെതിരായിട്ടുള്ള സമരമായിരുന്നല്ലോ കാളിയനെതിരെയുള്ള സമരം. സൗന്ദര്യബോധം, രസങ്ങൾ കൊണ്ടുള്ള രാസലീല. അപ്പം മനുഷ്യന്റെ വികാസ പ്രക്രിയയിൽ അവന്റെ ആന്തരികമായ ദാർശനികതയുടെയും തൊഴിലിൻ്റെയും അല്ലെ കൃഷിയുടെയും സൗന്ദര്യബോധത്തിൻ്റെയും വികാസത്തെയായിട്ട് നമുക്ക് ഈ പുരാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് പകരം അത് മുഴുവൻ അന്ന് പറഞ്ഞതെല്ലാം ശരിയെന്ന് പറഞ്ഞ് അതൊക്കെ വെറുതെ ഉള്ള ലീലകളാക്കി അവതരിപ്പിച്ചു. യാഥാർത്ഥ്യമല്ല, അത് വെറും ലീലയാണ്. ചലനം ചലനം എന്നൊരു പാട്ടില്ലേ വയലാർ എഴുതിയത്? മുനിമാര് പണ്ട് പറഞ്ഞു വാഴ്വേ മായം. അതിലൊരു വരിയ ഈ യുഗം സൃഷ്ടിച്ച മനുഷ്യൻ പറഞ്ഞു വാഴ്വേ സത്യം. അപ്പൊ യഥാർത്ഥത്തിൽ മതവിശ്വാസികളാണോ ശാസ്ത്രവിശ്വാസികളാണോ സത്യത്തിന്റെ പുറകെ പോകുന്നത്? നിങ്ങൾ ആലോചിക്കുക. ഈ സത്യം എന്ന വാക്കിലാണ് മതങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ശാസ്ത്രത്തിൽ അവർ വിശ്വസിക്കണം. ശാസ്ത്രമാണ് ഈ ലോകത്തിന്റെ മാറ്റം ഉണ്ടാക്കിയത്. എന്തൊരു ബുദ്ധിമാന്മാരാണ് നമ്മുടെ രാജ്യത്തുള്ള പണ്ടത്തെ ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാഭാരതത്തിൽ ഏതാണ്ട് 20,000 കഥാപാത്രമുണ്ട്. 20,000 പേര് കണ്ടുപിടിക്കുന്ന പണി എത്രയുണ്ട്? 2 മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഇപ്പം നെറ്റ് തപ്പുക, സകല ആളോട് ചോദിക്കുക. അപ്പോഴാ 20,000 പേര്. ഒരു പേരും അർത്ഥമില്ലാത്തതല്ല. ഇല്ല. 18 പുരാണങ്ങളിൽ വെറുതെ ഒരു പേരിട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ പേരിനും അർത്ഥമുണ്ട്. എൻ്റെ നാട്ടിലൊരു കുട്ടിയുടെ പേര് ടിങ് ടോങ് എന്നാണ്. ഞാൻ ചോദിച്ചു എന്താ ജപ്പാനീസ് പേരാണോ? അല്ല. അച്ഛനും അമ്മയും തർക്കമാണ്, ഏത് പേരിടണം തീരുമാനാവുന്നില്ല. അവസാനം പെണ്ണിൻ്റെ പിതാവ് പറഞ്ഞു നാളെ രാവിലെ ആദ്യം കേൾക്കുന്ന പേരിട്ടോ. അന്ന് തീരുമാനാക്കി. രാവിലെ അപ്പുറത്തെ അയൽവാസി വന്നിട്ട് കോളിംഗ് ബെൽ അമർത്തി. ടിങ് ടോങ് ഒച്ച കേട്ടു, ആ പേരിട്ടു എന്നാ പറഞ്ഞു. ഈ സ്ഥലത്ത് 100 മക്കൾക്ക് ഒരാൾ പേരിട്ടു. നിങ്ങൾ ആലോചിക്കുക, 100 മക്കളുടെ പേരിട്ടു. 100 മക്കളുടെ പേര് ആവർത്തിച്ചു വന്നില്ല. അത്തരത്തിൽ 20,000 പേര് കണ്ടുപിടിച്ച് തന്നെ അതിലൊരു ചെറിയ വിഷയമാണ് 20,000 പേര്. അതുതന്നെ അതുപോലുള്ള ഒരു യുക്തിക്ക് ഭംഗമില്ലാത്ത വിധത്തിൽ ഇത്രയും കഥകളെ കൂട്ടിയിണക്കി അവതരിപ്പിച്ചില്ലേ? അങ്ങനത്തെ 18 പുരാണം, ഉപനിഷത്ത്, വേദം, വേദാന്തം ഇതൊക്കെ ഉണ്ടാക്കിയ ബുദ്ധിമാന്മാരായിരുന്നു. ഇത്രയും ബുദ്ധിമാന്മാരുള്ള നമ്മുടെ രാജ്യം എന്താ പട്ടിണി രാജ്യമായത്? ഗൗരവതരമായി നമ്മൾ പരിശോധിക്കണം. ദാർശനികതയുടെയും വിജ്ഞാനത്തിൻ്റെയും അടിത്തറയുണ്ടായിരുന്ന ഈ രാജ്യത്ത് ചിരപുരാതന കാലത്ത് തന്നെ ബുദ്ധിമാന്മാരുണ്ടായിരുന്ന
അന്തർമുഖരായി ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞവർ ഈ രാജ്യത്തുണ്ടായിരുന്നു. ആരണ്യാന്തരങ്ങളിലും ഗഹ്വരോദരങ്ങളിലും സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിലും. എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യം ഇങ്ങനെയായി? ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാധനം? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന് കണ്ടുപിടിച്ചത്, ബൾബ് കണ്ടുപിടിച്ചത്, ക്യാമറ കണ്ടുപിടിച്ചത്, ഫോട്ടോ കണ്ടുപിടിച്ചത്, ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ചത്, ട്രെയിന് കണ്ടുപിടിച്ചത് ഒന്നും ഇന്ത്യയിലല്ല. ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ചു. അവർക്കൊക്കെ അറിവ് വരുന്നതിന് മുമ്പേ ഇവിടെ ഉപനിഷത്തുണ്ട്. എന്തുകൊണ്ടാണ് പറ്റിയത്? ഗൗരവതരമായി നമ്മൾ വിശ്വാസികളോട്, മതവിശ്വാസികളോട്, പുരോഹിതന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. എന്താ പറ്റിയത്? വിജ്ഞാനത്തിന്റെ വികാസം തടസ്സപ്പെടുത്താനാണ് മതങ്ങൾ എല്ലാ കാലത്തും പരിശ്രമിച്ചത്. വിജ്ഞാനത്തിന്റെ വികാസം തടസ്സപ്പെടുത്താൻ. ആ സങ്കുചിത മനസ്സാണ് വിദ്വേഷം പാകി മുളപ്പിക്കുന്നത്. നിങ്ങൾ പറയും ശാസ്ത്രമൊന്നുമല്ല, ശാസ്ത്രം വേറെ പോട്ടെ, അതൊക്കെ ഭൗതിക ജീവിതത്തിൽ മനുഷ്യന്റെ ആന്തരിക ജീവിതത്തിന്റെ ധാർമ്മികത, സ്നേഹം, സത്യബോധം തുടങ്ങിയ വികസിപ്പിക്കാനാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിലാണ്. എന്തുകൊണ്ട് വെറുക്കുന്നു? എന്തുകൊണ്ട് വെറുക്കുന്നു? എൻ്റെ വീട്ടിൽ നിന്ന് 37 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ തലപ്പുഴ എത്തും, മാനന്തവാടിക്ക് ഇപ്പുറത്ത്. അവിടെ ഒരു കടുവ രാധയെന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്നു തിന്നു കളഞ്ഞു 3 മാസം മുമ്പ്. ആ കടുവയ്ക്ക് വെണ്ടയ്ക്കയും കത്രിക്കയും വെള്ളരിക്കയും കുമ്പളങ്ങയും തിന്ന് ജീവിക്കാൻ പറ്റില്ല. അതിന് സാമ്പാറും ചോറും അരിയും നെല്ലും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഇറച്ചിയെ തിന്നാൻ പറ്റും. അതിന് കാട്ടിലെ മുയലും കാട്ടിലെ മാനും ഇതാണ്, നാട്ടിലെ പശു, നാട്ടിലെ പട്ടിയും നാട്ടിലെ ആടും വേറെയാണെന്ന് തിരിച്ചറിവില്ല അതിന്. അതിനെല്ലാം ഇറച്ചിയെ തിന്നാൻ പറ്റൂ. അതിന് മനുഷ്യ സ്ത്രീയെ കണ്ടപ്പോൾ ഇത് റേഷൻ കാർഡിൽ പേരുള്ളൊരു സ്ത്രീയാണല്ലോ, ഇത് വോട്ടർ പട്ടിയെ പേരുള്ള, സ്കൂളിൽ പോയി പഠിച്ച, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഇവരെ തിന്നണ്ടെന്ന് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി കടുവയ്ക്കില്ല. അതിനെല്ലാം ഇറച്ചിയാണ്. ഒരു സ്ത്രീയെ കൊന്നു തിന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അവിടെ ഹർത്താലുണ്ടായി അല്ലേ? ഹർത്താലുണ്ടായി. കഴിഞ്ഞ 2024 കേരളത്തിൽ ആകമാനം വന്യമൃഗങ്ങളിൽ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം 68 ആണ്. 68 പേരാണ്. 68 ആളെ കൊന്നിട്ടുണ്ടോ 2024? പക്ഷേ ഞാൻ ഇതിൻ്റെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 48 പേരും മരിച്ചത് പാമ്പ് കടിയേറ്റിട്ടും കടന്നൽ തേനീച്ച കുത്തിയിട്ടുമാണ്. തേനീച്ച വരുമ്പോൾ പിന്നെ കലക്ടർ ഓടുന്ന ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ അല്ലേ? 48 പേര് മരിച്ചത് പാമ്പ്. അത് കാട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഓടി വന്ന് കടിച്ചതല്ല. ഒരു പാമ്പ് ഓടി വന്ന് കടിക്കാറില്ല, ചവിട്ടിപ്പോയപ്പോൾ കടിച്ചതാ അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. 20 പേരെയാണ് ആനയും കടുവയും പുലിയും പിന്നെ കാട്ടുപോത്തും പന്നിയും കൂടി കൊന്നത്. 20 പേരെ മാത്രമേ കഴിഞ്ഞ വർഷം. എന്നാൽ 2024 മനുഷ്യമൃഗങ്ങൾ കൊന്നത് 311 പേരെയാണ് കേരളത്തിൽ. ഈ ഭൂമണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം ആകെ 1,18,000 കൊലപാതകങ്ങൾ നടന്നു. മൃഗങ്ങൾ കൊന്നല്ല, മനുഷ്യർ കൊന്നു. ഈ ഭൂമണ്ഡലത്തിൽ ഇത്രയും ദൈവങ്ങളും ഇത്രയും പ്രാർത്ഥനകളും ഇത്രയും പള്ളിയും ആരാധനാലയങ്ങളും വളരുമ്പോൾ ഇന്ത്യയിൽ 7,18,000 അമ്പലങ്ങളുണ്ട്. അറിയാമോ? ഇന്ത്യയിൽ 7,18,000 അമ്പലങ്ങളുണ്ട്. പിന്നെ മുസ്ലിം പള്ളികൾ 1,89,000 മുസ്ലിം പള്ളികളുണ്ട് ഇന്ത്യയിൽ. 1,89,000. ചർച്ചുകൾ 27,000 ചർച്ചുകളുണ്ട് ഇന്ത്യയിൽ. 27,000. ബാക്കി ചാപ്പൽ മറ്റുള്ളതൊന്നും കൂട്ടിയില്ല. സറാമ്പീൻ്റെ കണക്കൊന്നുമല്ല, വെറും ശരിയായ മോസ്ക്. ഇത്രയും ആരാധനാലയങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്രയും വിദ്വേഷം വളരുന്നു? വിദ്വേഷം വളരുന്നോ തളരുന്നോ? നമ്മുടെ നാട്ടിൽ വെറുപ്പ് വളരുന്നോ തളരുന്നോ? ദൈവത്തെപ്പറ്റി അവകാശപ്പെടുന്നവരെല്ലാം പറയുന്നത് ദൈവം സ്നേഹമുണ്ടാക്കാനും ധാർമ്മികതയുണ്ടാക്കാനും സത്യബോധം വളർത്താനും നന്മയുണ്ടാക്കാനും ഒക്കെയാണ്. ശിവം, സത്യം അന്വേഷിക്കുക, നന്മ ചെയ്യുക, ശിവം ചെയ്യുക, സൗന്ദര്യബോധം ഉണ്ടാക്കുക. അതാണല്ലോ സത്യം, ശിവം, സുന്ദരം എന്ന നമ്മുടെ ഭാരതത്തിലെ ദൈവവിശ്വാസത്തിൻ്റെ 3 അടിത്തറകൾ. ഈ അടിത്തറ ഇപ്പം ആർക്കും വേണ്ട.
അസ്ഥിവാരം ഇല്ലാതെ തറകെട്ടി ചുമര് വെച്ച് മേൽക്കൂര ഉണ്ടാക്കി അമ്പലം പോലെയാണ് ഇപ്പോൾ മതവിശ്വാസം. അസ്ഥിവാരം ഇല്ലാതെ നിൽക്കില്ലല്ലോ അത്. അതുപോലെയാണ് ഒരമ്പലത്തിലും ദാർശനിക ചർച്ചകളില്ല, ഒരമ്പലത്തിലും ഗൗരവതരമായി ഒന്നും ചിന്തിക്കുന്നില്ല. രാമായണമാ ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് കുവൈറ്റിൽ ഒരു പരിപാടിക്ക് ഒരു ശ്രീനാരായണ ദർശനങ്ങളെ പറ്റിയുള്ള ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ പോയി കുവൈറ്റിൽ. അവിടെ എത്തിയപ്പോൾ എല്ലാ രാജ്യക്കാരും കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ടി ഭക്ഷണം ഉണ്ടായിരുന്നു. ആ ഭക്ഷണത്തിൽ ഞാൻ പോയപ്പോൾ എല്ലാവരും എന്നെ തന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ പേടിച്ചു പോയി. പിന്നെ മനസ്സിലായത് ഞാൻ മുണ്ടെടുത്തുകൊണ്ടാണ് അവരിങ്ങനെ നോക്കിയെന്നാണ്. മുണ്ടവർ കാണാറില്ല. മലയാളികൾ പോലും അവിടെ റൂമിനകത്തെ മുണ്ടെടുക്കൂ, പുറത്ത് പാൻറ്റേ എടുക്കൂ. ഞാൻ മുണ്ടെടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. മുണ്ടിൻ്റെ കൂടെ അവർ സെൽഫിയൊക്കെ എടുത്തു. അവർക്ക് ഏറ്റവും ഒരു അത്ഭുതം വന്നത് ഞാനവിടെ താമസിച്ച ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ അവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവരെല്ലാം റൂമിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങും. ഞാൻ കൊളക്കരയിൽ നിന്ന് മുണ്ടയക്കലും തോർത്തുടുക്കലും ഒരേ സമയത്ത് ചെയ്യുന്ന സാങ്കേതിക വിദ്യ അവർക്കറിയില്ല. നമ്മൾ തോർത്ത് ചുറ്റിയിട്ട് മുണ്ട് ചുട്ടി വലിക്കുന്നൊരു പരിപാടിയില്ല. അവർ അത്ഭുതത്തോടെ നോക്കുക. അഴിക്കലും ഉടുക്കലും ഒരേ സമയത്ത് ചെയ്യുന്ന സാങ്കേതിക. അവിടുന്ന് ഒരു കാനഡക്കാരനെ പരിചയപ്പെട്ടു. കാനഡക്കാരൻ പറഞ്ഞു, ഞാൻ കേരളത്തിലാന്ന് പറഞ്ഞപ്പോൾ ദി ലാൻഡ് ഓഫ് കഥകളി. അദ്ദേഹം കഥകളി കാണാൻ വേണ്ടി എല്ലാ കൊല്ലവും 5 ലക്ഷം ഉറുപ്പ്യം ചിലവാക്കി എല്ലാവരും കൊല്ലം ഇവിടെ വരും കഥകളി കാണാൻ. അത്ര ഇഷ്ടമായേക്ക് കഥകളിയെ. രണ്ടാമത്തെ കാര്യം, വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചവരല്ലേ നിങ്ങൾ? അദ്ദേഹം പറയാ, വായനയ്ക്ക് വേണ്ടി 1 മാസം. ഞാൻ അത്ഭുതപ്പെട്ടു. അതിപ്പോൾ നമ്മളറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് കാലം ലൈബ്രറി കൗൺസിൽ, പിന്നെ മനസ്സിലായി രാമായണ മാസം കർക്കടകം. ഇവിടുത്തെ സത്യം നമുക്കറിയാലോ. കർക്കടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞ പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒരു അക്ഷരം വായിക്കാത്ത ടീമായത് ഈ വായിക്കുന്നവർ. അതുമാത്രമല്ല, അമ്പലങ്ങളിൽ രാമായണ പാരായണം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കൂല. ഇതാര് കേൾക്കാനാ? മൈക്കിൻ്റെ കോളാമ്പി നേരെ ദൈവത്തിനെ കൊള്ളേ. ദൈവം ഇത് കേട്ടിട്ട് നന്നാവാൻ, ദൈവത്തെ കേൾപ്പിക്കാനാണ്. ദൈവത്തെ കേൾപ്പിക്കാനാണ്. ഒരാളുടെ പേര് ഒരാളുടെ മുഖത്ത് നോക്കി 1000 തവണ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തളിപ്പോയില്ലേ? ദൈവത്തിന് ഇങ്ങനെ 1000കണക്കിന് തവണ പേര് പറഞ്ഞാൽ ദൈവത്തിന് സന്തോഷമാകുന്ന ഏതെങ്കിലും ദൈവം വീടിയും പറഞ്ഞോ? തെറ്റിദ്ധരിപ്പിച്ചതല്ലേ. ഒരാളെ വിളിച്ചാൽ എന്താ കാര്യം പറയണ്ടേ? ഒരാളെ വിളിച്ച് സുമൻ ചേട്ടാന്ന് ഞാൻ വിളിക്കുന്നു. സുമൻ ചേട്ടാ എന്തോ? ഒന്നുമില്ല. അങ്ങനെ വിളിക്കാവൂ? പറ്റിക്കലല്ലേ. ദൈവത്തെ ഇങ്ങനെ വിളിക്കുക? ഒന്നുമില്ല, വെറുതെ വിളിക്കുക. ഇതൊക്കെ ഒരു യുക്തിയില്ലാത്ത സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരീശ്വരവാദത്തിന്റെ യുക്തിബോധമല്ല ഞാൻ പറയുന്നത്, സാമാന്യ യുക്തിബോധത്തിന് നിരക്കാത്തതാണ്. ഇത്രയും ആളുകൾ ഈ 6,80,000 അമ്പലങ്ങളിലും ഇത്രയും പള്ളികളിലും നടക്കുന്ന പ്രക്രിയ മുഴുവൻ മനുഷ്യന്റെ അധ്വാനവും അവന്റെ സമയവും ചെലവഴിക്കുന്നതാണ്. ഈ സമയം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ഭൂമിയുടെ ഭൂമി സ്വർഗമാകുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരാ? മതങ്ങളും വിശ്വാസവുമാണ്. ഭൂമി സ്വർഗമാകുന്നതിന് തടസ്സം. കാരണം ഇവിടെ സ്വർഗമായാൽ പിന്നെ അങ്ങ് വില കുറഞ്ഞു പോകുമല്ലോ. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണൻ എന്തിന് അമ്പലങ്ങൾ എന്നൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ചുംബനപ്പൂ കൊണ്ട് മൂടി എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു പാട്ടുണ്ട് ബന്ധുക്കൾ ശത്രുക്കൾ സിനിമയിലും. ഈ ഭൂമി ഒരിക്കലും സ്വർഗമാകരുത്. സ്വർഗമായാൽ പിന്നെ ദൈവത്തെ ആരും വിളിക്കില്ല. അതുകൊണ്ട് സ്വർഗമാകാതിരിക്കുന്നത് ഈ മനുഷ്യന്റെ അധ്വാനവും ബുദ്ധിയും പൂർണ്ണമായി ഇല്ലാത്ത അജ്ഞാതമായ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി. ദൈവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് പുറത്താണോ ദൈവം? പുറത്തെവിടെയോ ഇരിക്കുന്ന ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് വെറുതെ സമയം കളയുന്നത്. അകത്തുള്ള ദൈവത്തെയാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ ഉപനിഷത്തുകളും പറഞ്ഞത്. ആ അകത്തുള്ള ദൈവത്തെ ആർക്കും വേണ്ട. വേണോ? നമ്മുടെ ഉള്ളിൽ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ ഒരാളില്ലേ, അതാണ് ദൈവം. പക്ഷെ അതിനെ ഉപേക്ഷിച്ച് പുറത്തു പോയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ എളുപ്പത്തിൽ പൈസയും കിട്ടും, വോട്ടും കിട്ടും. ഇപ്പം റിട്ടയർഡായ ആളുകൾ കണ്ടിട്ടുണ്ടോ? സർക്കാർ സർവീസിൽ നിന്ന് പിരിഞ്ഞ ആൾ വേഗം അമ്പല കമ്മിറ്റിക്ക് ചെയ്യുന്ന പേര്. കാരണം അവിടെ ആകുമ്പോൾ ഒരു ടെൻഷനില്ല. ജാഥക്ക് പോണ്ട, സമരത്തിന് പോണ്ട, പണ്ട് പിരിക്കണ്ട, എല്ലാം ഇങ്ങോട്ട് കൊണ്ടുതരും. ഒറ്റ യോഗ്യതയെ വേണ്ടു, നല്ലൊരു വലിയ കുംഭക്കോടൽ വേണം. വേഷ്ടി പുതച്ചാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കുംഭക്കോടലുണ്ടെങ്കിൽ അമ്പല കമ്മിറ്റി ഭാരവാഹിയാവും. അങ്ങ് ധരിച്ചു പോവാ. മനസ്സിലായോ? നമ്മുടെ അധ്യാപകർ അറിവാൽ
അറിവിന്റെ പൂർണ്ണതയിലെത്തിയ അധ്യാപകർ, ആ അധ്യാപകർ അതിയാവനം നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? പിന്നെ പഴംപൊരി എണ്ണയിലിട്ട പോലെയാ, വീഴുന്നത് വരെ പിശു പിശു ഒച്ചയുണ്ടാവും, വെന്ത് കഴിഞ്ഞാൽ പിന്നെ നിശബ്ദമായി കിടക്കും. അതുപോലെയാണ് നമ്മുടെ അധ്യാപകർ. പൂർണ്ണതയിലെത്തുമ്പോൾ 56-ാമത്തെ വയസ്സ് പിന്നെ ഇവർ ഇത് എവിടെയും കാണുന്നില്ല. അവരെല്ലാം ഭജനമിരിക്കുക. അവരൊന്നും നോളജ് അല്ല. എന്താ നോളജ്? നോളജ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ നോളജ് ആവണമെങ്കിൽ അതിന് 3 ഘടകങ്ങൾ വേണമെന്നാണ് പറയുന്നത്. 1, അത് സത്യമായിരിക്കണം. 2, അതിന് യുക്തി ഉണ്ടായിരിക്കണം. ഇന്ന് ബുധനാഴ്ചയാണെന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് യുക്തി പറയണം. ഇന്നലെ ചൊവ്വാഴ്ച ആയതുകൊണ്ടും നാളെ വ്യാഴാഴ്ച ആയതുകൊണ്ടും ഇന്ന് ബുധനാഴ്ചയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റണം. 3-ാമത്തെ കാര്യം, ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസം വേണം. ഇത് ശരിയാണെന്ന് എനിക്ക് വിശ്വാസം വേണം. ഈ 3 കാര്യം ചേരുമ്പോഴേ നോളജ് ഉണ്ടാവും. നമ്മുടെ അധ്യാപകരിൽ മഹാഭൂരിപക്ഷവും നോളജിൽ വിശ്വസിക്കുന്നില്ല. കാരണം അവരെല്ലാ സ്കൂളിലും പഠിപ്പിച്ചത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും പാമ്പ് വിഴുങ്ങിയിട്ടാണെന്നല്ലോ. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം എന്നാണല്ലോ പഠിപ്പിച്ച് എല്ലാവരും. പക്ഷേ ഇവരിപ്പോഴും ആ പാമ്പിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷ അധ്യാപകരും സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ദിവസം രാഹുകാലം നോക്കി, ഈ വിഴുങ്ങിയ പാമ്പിന്റെ കാലം നോക്കി. അവരുടെ അധ്യാപകരുടെ എല്ലാ മക്കളുടെ വിവാഹത്തിന് രാഹുകാലം നോക്കുന്നുണ്ട്. അപ്പൊ അവരതിൽ വിശ്വസിക്കുന്നില്ലെന്നല്ലേ? അങ്ങനെ ഒരു രാഹു ഉണ്ടോ ഈ ലോകത്ത്? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, അജ്ഞാതമായിരിക്കുന്ന കാര്യത്തെ, ഒരു പിടിയില്ലാത്ത കാര്യം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്ന എന്തിനാ? ദൈവത്തെ പോലും കണ്ടുപിടിച്ച ബുദ്ധിയുള്ള മനുഷ്യന് ആ ബുദ്ധിയുടെ വികാസത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് പകരം ആ മതവിശ്വാസത്തിന്റെ അടിത്തറയായിരിക്കുന്ന ദാർശനികതയെ വികസിപ്പിക്കാനോ അതിന്റെ സത്യബോധത്തെ, അതിന്റെ സൗന്ദര്യാംശത്തെ വികസിപ്പിക്കുന്നതിന് പകരം അതിനെ ഉപയോഗപ്പെടുത്തി എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പണ്ട് നമ്മൾ സ്കൂളിൽ ഒരു കണക്കുണ്ടായിരുന്നു. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. ഒരുത്തൻ കോപ്പി അടിച്ച് മാഷ് പിടിച്ചേരം മാഷോട് പറഞ്ഞു ഇതാ ഏറ്റവും എളുപ്പം. അതുപോലെയാണ് ഇപ്പൊ എളുപ്പവഴിയിൽ. ഇതിപ്പോ ലഹരിന്റെ വിഷയത, കവിതയുടെ ലഹരി, കഥയുടെ ലഹരി, ജീവിതത്തിന്റെ ലഹരി നുണയാനുള്ള എളുപ്പം വഴിയൊന്നും കുട്ടികൾക്ക് അറിയില്ല. അവർക്ക് ശരീരത്തിന്റെ ലഹരിയെ വേണ്ടു. ശരീരം ഒരു പദാർത്ഥമാണല്ലോ. പദാർത്ഥത്തിന് ന ഭുജ്യതേ കാവ്യരസോ ന പിയതേ, അല്ലേ? അല്ലെ, ന ഭുജ്യതേ വ്യാകരണം ക്ഷുത്താതുരേ പിപാസിതോ കാവ്യരസോനൻ. വാഹൻ എഴുതി വെച്ച പണ്ടത്തെ ശ്ലോകം ഓർമ്മയില്ലേ? വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല, ദാഹിക്കുന്നവന് കാവ്യരസം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവന്റെ ശരീരത്തിന് പുതിയ പുതിയ ഭക്ഷണങ്ങൾ തേടി പോവുക, ഇവൻ ഓടുക പുതിയ പുതിയ ഭക്ഷണങ്ങൾ. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താ? ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന മസാലയാണെന്ന് ധരിച്ചുപോയി. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന മസാലയല്ല, വിശപ്പാ. കാരണം ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്ന ഉപ്പുമാവിന്റെ രുചി ഇതുവരെ ഒരു ഉപ്പുമാവിനും കിട്ടിയിട്ടില്ല. ഞാൻ എവിടെ ഉപ്മാവ് ഉണ്ടായാലും തിന്നും. അന്നത്തെ ഉപ്മാവ് പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടുമോ നോക്കാൻ, കിട്ടില്ല. കാരണം അന്ന് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉപ്മാവിന് രുചി. അതുപോലെ കുട്ടികളുടെ നാവിന് രുചി ഉണ്ടാക്കുന്നത് അവന്റെ വിശപ്പാ. പക്ഷെ വിശപ്പില്ല. സ്കൂളിൽ ഇക്കൊല്ലം +2 കുട്ടികൾ, ഇക്കൊല്ലം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ മിക്ക സ്കൂളിൽ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. അറിയാവോ? മാഷ് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ ബേക്കുന്ന ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കാൻ 1 മണിക്ക് വിടാൻ കാത്തു നിൽക്കാൻ നേരമില്ല. മൃഗീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരം വലുതും മനസ്സ് ചെറുതും ആകുന്നതാണ് മൃഗീയമായ അവസ്ഥ. ഒരു പശുവിന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ അവിടെ ഒഴിക്കും, അവിടെ ചാണകൂടും. അമ്പലത്തിൽ തിടമ്പുവായി എഴുന്നള്ളുന്ന ആന ശ്രീകോവിലിന്റെ മുമ്പിൽ പിണ്ടോടും, മൂത്രമൊഴിക്കും. കാരണം അതിന്റെ ഗുരു വലുത് ശരീരമാണ്, മനസ്സ് ലഘുവാ. ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സില്ല, മനസ്സിനെ നിയന്ത്രിക്കുന്ന ശരീരമാണ് മൃഗങ്ങൾക്ക്. മനുഷ്യനായത് ശരീരത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടി അവിടെ ഒഴിക്കാതെ, വിശക്കുമ്പോൾ അന്നേരം തിന്നാതെ, ഇണചേരാൻ തോന്നിയാൽ അവിടുന്ന് ഇണചേരാതെ പിടിച്ചു വെക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് മനുഷ്യനായത്. എന്നാൽ അത് മാറിയിട്ട് കുട്ടികളുടെ ശരീരം മുഖ്യമായി മാറി. അതുകൊണ്ടാണ് അവർക്ക് വിശക്കുമ്പോൾ അപ്പം മാഷ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എടുത്ത് തിന്നുക. ഒരു ട്രെൻഡ് നിങ്ങൾ +2 അധ്യാപകരോട് ചോദിക്കുക. അപ്പം തന്നെ വിറകുന്ന് പിടിച്ച് തിന്നും. അപ്പം തിന്നുമ്പോൾ മാഷ് പിടിക്കും, പുറത്താക്കും. വിശന്നാ പിന്നെ തിന്നണ്ടേന്ന് പറയും. ഇതാണ് ഒരു പുതിയ ട്രെൻഡാണത്. ആ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ, ശരീരം ഒരു പദാർത്ഥമാണല്ലോ. പദാർത്ഥത്തിന് 3 അവസ്ഥയേ ഉള്ളൂ: ഖരം, ദ്രാവകം, ബാധകം. അതാണ് ഖരം MDMA, ദ്രാവകം മദ്യം, ബാധകം പുക. ഇതിന്റെ പുറകെ പോകുന്നതിന്റെ കാര്യം ഇതാ. ഈ ശരീരത്തെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. 11 മണിക്ക് 12 മണിക്കൊക്കെ കുട്ടികൾ വിശന്നാൽ അപ്പോൾ ബൈക്ക് എടുത്ത് പോവാ. പാതിര
തട്ടുകടകളിലേക്ക്. അത്തരത്തിൽ ഈ ശരീര കേന്ദ്രീകൃതമായി മനസ്സിനെ ഡീലിറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സിനെ മതിപ്പിക്കുന്ന ലഹരിയെ പോലെ മറ്റൊരു ലഹരിയായിട്ട് ദൈവവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിയാൽ എളുപ്പ വഴിയാണ്, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യലാണ്. മതത്തിന്റെ പേര് പറഞ്ഞാൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇടപെടാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൈവത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച മനുഷ്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിൽ ഞായറാഴ്ച കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വക്കീലന്മാരും ഡോക്ടർമാരും ബുദ്ധിജീവികളും മാത്രമായിരുന്നു. സാധാരണക്കാർക്ക് എന്ത് സ്വാതന്ത്ര്യം? അവരുടെ ഹൃദയത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പിടിച്ചിട്ടാണ് രഘുപതി രാഘവ രാജാറാം. ആ രാമനെ അദ്ദേഹം ഉപയോഗിച്ചത് ഹിന്ദു എന്ന മതത്തിന്റെ ഡൊമിനേഷൻ ഭാരതത്തിലെ ഭരണകൂടത്തിൽ വരാതിരിക്കാനാണ്. ആ മതത്തിലെ ദൈവത്തെ അദ്ദേഹം ഉപയോഗിച്ചത്, അല്ലേ? സവർക്കറിന്റെ ഇസം വിജയിക്കാതിരിക്കാനാണ് ഗാന്ധി രാമനെ ഉപയോഗിച്ചത്. രാമനെ ഉപയോഗിച്ചപ്പോഴാണ് ജനങ്ങൾ ഹേറാം ഹേറാം എന്ന് പറയുന്ന രാം ബാബുജി എന്ന് പറയുന്ന ജനങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ അണിയേർന്നത്. രാമനെ ഉപയോഗിച്ചത് അന്ന് അദ്ദേഹം ഉപയോഗിച്ച രാമന്റെ ഇഫക്റ്റ് കൊണ്ടാണ്. രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രത്തിൽ CV രാമൻ ഇഫക്റ്റ് വേറെ ഉണ്ട്, അതല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ച രാമൻ ഇഫക്റ്റ് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കാലം വർഗീയ ശക്തികൾക്ക് ഇന്ത്യയിലെ ഭരണകൂടത്തിൽ കയറിപ്പറ്റാൻ അവസരം കിട്ടാതിരുന്നത്. രാമൻ ഇഫക്റ്റ് കൊണ്ടാണ്. പക്ഷെ ആ രാമൻ ഇഫക്റ്റ് അതിൻ്റെ മൂല്യം കുറഞ്ഞപ്പോൾ ഒരത്ഭുതവും ഇല്ല. ഇന്ത്യയിൽ മതാധിഷ്ഠിതമായ ഭരണകൂടം വന്നതിന് ഒരത്ഭുതവും എനിക്ക് തോന്നാറില്ല. കാരണം എന്താ? അത്രയും മതാധിഷ്ഠിതമാണ് നമ്മുടെ സമൂഹം. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും വോട്ട് കിട്ടും. ഇപ്പം മലപ്പുറത്ത് മുസ്ലിമിൻ്റെ പേര് പറഞ്ഞാൽ ലീഗിന് വോട്ട് കിട്ടുന്നില്ലേ? ലീഗിന് വോട്ട് കിട്ടുന്നില്ലേ? അപ്പോൾ അത് ദേശീയ തലത്തിൽ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് വോട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ?